Hi students, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 8 ചാപ്റ്റർ 2 ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിളിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് പ്രോബ്ലംസ് ആണ്. സോ ലെറ്റ് us start. First question, solve the following linear equations. അപ്പോൾ ഇവിടെ ഇതാണ് കോമൺ ക്വസ്റ്റ്യൻ, solve the following linear equations. അപ്പോൾ അതിലൊരു 5 questions ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. First question, x by 2 minus 1 by 5 is equal to x by 3 plus 1 by 4. Okay, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ലീനിയർ ഇക്വേഷൻ. അതിനെ നമുക്ക് സോൾവ് ചെയ്തിട്ട് x ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നിരിക്കുന്ന ഇക്വേഷൻ നോക്കാം. x by 2 minus 1 by 5 is equal to x by 3 plus 1 by 4. ഇതിനെ നമുക്ക് സോൾവ് ചെയ്യണം. അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം. അതായത് ലൈക്ക് ടേംസ് ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് LHS RHS ലേക്ക്, RHS LHS ലേക്ക് ടേംസ് ഇതുപോലെ നമുക്ക് ട്രാൻസ്പോസ് ചെയ്യാം. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ LHS സെപ്പറേറ്റ് ആയി ചെയ്യാം, RHS സെപ്പറേറ്റ് ആയി ചെയ്യാം. എങ്ങനെ ചെയ്താലും നമുക്ക് ഫൈനലി എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം, അത്രയേ ഉള്ളൂ. സോ ഇവിടെ ജസ്റ്റ് LCM ആണ് എടുത്തിരിക്കുന്നത്. സോ 5 into x minus 1 into 2 അല്ലേ, 5 into x minus 1 into 2, അതായത് 5x minus 2 divided by denominators multiply ചെയ്യണം. അപ്പോൾ 10, 5 into 2 10. അപ്പോൾ 5x minus 2 divided by 10 is equal to, similarly RHS ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ 4x plus 3 അതല്ലേ ന്യൂമറേറ്ററിൽ വരാം. 4 into x plus 3, 1 into 3 3. അപ്പോൾ 4x plus 3 divided by 4 into 3 എന്താ 12. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കിട്ടും. ഇതിൽ നിന്ന് ഇനി കോമൺ ടേംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ അപ്പം തന്നെ ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ ഇവിടെ ഈ 10നെ RHS കൊണ്ടുപോയി, 12നെ LHS കൊണ്ടുപോയി, എഗെയിൻ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 12 into LHS ടേം 5x minus 2, ദെൻ RHS ടേം ലെഫ്റ്റ് സൈഡിലുള്ള ഡിവിഷൻ, അതായത് കോഷ്യന്റ് അല്ല, ഡിനോമിനേറ്ററിൽ ഉണ്ടായിരുന്ന ടേം RHS പോകുമ്പോൾ എന്താവും, ന്യൂമറേറ്ററിൽ പ്രോഡക്റ്റ് ആയിട്ട് എഴുതണം അല്ലേ. അപ്പോൾ 10 into 4x plus 3, ക്ലിയർ ആയല്ലോ. 10 into 4x plus 3 ഇതാണ് RHS. ഇനി നമ്മൾ ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്യാം. സോ 12 into 5x, ആദ്യത്തെ ടേം എന്ന് പറയുന്നത് 12 into 5x, 12 into 5 60 ആണ്. അപ്പോൾ 60 into x മൈനസ് നെക്സ്റ്റ് എന്താ 12 into 2, 12 into 2 24 ആണ്. അപ്പോൾ 60x minus 24 is equal to, നെക്സ്റ്റ് നമ്മൾ 10 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 10 into 4x എന്താ 40x, നെക്സ്റ്റ് 10 into 3 30, ക്ലിയർ ആയല്ലോ. അപ്പോൾ 40x plus 30. ഇനി ലൈക്ക് ടേംസ് ഗ്രൂപ്പ് ചെയ്യാം. അതായത് LHS ഓൾറെഡി 60x ആ ടേം ഉണ്ട്, RHS 40x ഉണ്ട്. അപ്പോൾ എന്തായാലും ഹയർ ടേമിൻ്റെ അവിടേക്ക് സ്മോളർ ടേം കൊണ്ടുപോവാം. ഓക്കെ, അപ്പോൾ 60x മൈനസ് 40x. ഓക്കെ, ഈ 40xനെ നമ്മൾ LHS കൊണ്ടുപോകണം. അങ്ങനെയാണ് ഈ സ്റ്റെപ്പ് കിട്ടുന്നത്. 60x മൈനസ് 40x is equal to, ഇനി RHS ഓൾറെഡി 30 ഉണ്ട്. ജസ്റ്റ് നമ്മൾ റീഅറേഞ്ച്മെന്റ് ആണ്, വേറെ ഒന്നുമില്ല. ഈ 30 ഓൾറെഡി RHS ഉണ്ട്. ഇനി മൈനസ് 24 ആണ് LHS ഉള്ളത്. സോ അത് RHS പോകുമ്പോൾ പ്ലസ് 24 ആണ്. അതാണ് 30 പ്ലസ് 24. ഓൾറെഡി ഞാൻ പറഞ്ഞു 60x, ഇനി 40x RHS ഉണ്ടായിരുന്ന LHS പോകുമ്പോൾ മൈനസ് 40x. അതുകൊണ്ടാണ് ഈ സ്റ്റെപ്പ് കിട്ടിയത്. 60x മൈനസ് 40x is equal to 30 പ്ലസ് 24. ക്ലിയർ ആയില്ല. ഇനി 60x മൈനസ് 40x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, x കോമൺ ആണ്. x into 60 മൈനസ് 40 ദാറ്റ് ഇസ് 20 into x കിട്ടും. ക്ലിയർ ആയില്ല. അപ്പോൾ 20 into x is equal to 30 പ്ലസ് 24 എന്ന് പറയുന്നത് 54 ആണ്. അപ്പോൾ 20x equal to 54. അപ്പോൾ x കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, 20 into x is equal to 54. സോ x എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇൻറ്റു 20 റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. അപ്പോൾ ഡിവൈഡഡ് ബൈ 20 ആവും. സോ x equal to 54 ഡിവൈഡഡ് ബൈ 20. ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിൽ ആൻസർ എഴുതാം. അതായത് 54 by 20ൽ 2 എന്ന് പറയുന്നത് കോമൺ ഫാക്ടർ ആണ്, അത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് 27 ഡിവൈഡഡ് ബൈ 10 കിട്ടും. 27 into 2 ആണ് 54, then 10 into 2 ആണ് 20. അപ്പോൾ 2 കോമൺ ഫാക്ടർ ക്യാൻസൽ ചെയ്താൽ 27 by 10 കിട്ടും. സോ എക്സിന്റെ വാല്യൂ സൊല്യൂഷൻ എന്താ നമുക്ക് കിട്ടിയത്, 27 ഡിവൈഡഡ് ബൈ 10. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലെ സോൾവ് ചെയ്യേണ്ടത് തന്നെയാണ്. n by 2
minus 3n by 4 plus 5n by 6 is equal to 21. Okay, n by 2 minus 3n by 4 plus 5n by 6 equal to 21. അപ്പോൾ ഇവിടുത്തെ വേരിയബിൾ അല്ലെങ്കിൽ അൺനോൺ എന്ന് പറയുന്നത് n ആണ്. അപ്പോൾ x തന്നെ തരണം എന്ന് എപ്പോഴും ഇല്ല. x ആവാം, y ആവാം, z ആവാം, n ആവാം, m ആവാം, ഏത് ആൽഫബറ്റ്സ് വേണമെങ്കിൽ തരാം, അൺനോൺ വേരിയബിൾസ് വേണമെങ്കിൽ തരാം. സോ ആദ്യം തന്നെ തന്നിരിക്കുന്ന ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ഇനി ഇതേപോലെ LCM എടുക്കുക. അപ്പോൾ RHS ജസ്റ്റ് ഒരു നമ്പറാണ്, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. LHSലെ LCM എടുക്കുക. ഓക്കെ, സോ നമുക്ക് ഇവിടെ ടേംസ് എന്താ വരിക നോക്കാം. LCM എടുക്കുമ്പോൾ 2, 4, 6. 2 എന്ന് പറയുന്നത് 2 തന്നെ, 4 എന്ന് പറയുന്നത് 2 സ്ക്വയർ ആണ്, ആൻഡ് 2 into 3 ആണ് 6. ഇനി LCM എടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഹയസ്റ്റ് പവർ എടുക്കാം. അതായത് 2 ആണ് കോമൺ ഫാക്ടർ, അതിൻ്റെ ഹയസ്റ്റ് പവർ 2 സ്ക്വയർ. അപ്പോൾ 2 സ്ക്വയർ എടുത്തു, ഇൻറ്റു ഇനി വേറെ ഏതെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ? 3 ആണ്, അപ്പോൾ ഇൻറ്റു 3 എന്ന് എഴുതാം. ദാറ്റ് ഇസ് 4 into 3 12. അപ്പോൾ നമുക്ക് LCM 12 കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റേഴ്സ് 12 ആക്കണം. സോ നമ്മൾ ഓരോ ടേംസും എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? n by 2 ആണ് ഫസ്റ്റ് വൺ. n by 2നെ ഓൾറെഡി ഡിനോമിനേറ്ററിൽ 2 ഉണ്ട്, അപ്പോൾ 12 ആക്കാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 6 മുകളിലും താഴെയും ചെയ്യണം. സോ 6n. മനസ്സിലായോ? ഇനി ഡിവൈഡ് ബൈ 6 into 2, അതാണ് 6n വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ടേമിൽ ഇതേപോലെ 4 into 3 ചെയ്താൽ 12 കിട്ടും. അപ്പോൾ നമ്മൾ മുകളിലും താഴെയും ഇൻറ്റു 3 ചെയ്യണം. ലാസ്റ്റ് വൺ 6 into 2 ചെയ്താലാണ് 12 കിട്ടുക. സോ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ബൈ 2. അപ്പം നമുക്ക് എന്താ ടേംസ് കിട്ടുക? ഇത് 6n കിട്ടും. ദെൻ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, 9n plus 10n. അതാണ് മൈനസ് 9n plus 10n ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓരോ ടേംസും മനസ്സിലായല്ലോ? നമ്മൾ ഡിനോമിനേറ്റർ ആദ്യം LCM കണ്ടുപിടിച്ചിട്ട് ആ LCM ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഓരോ ടേംസിനെ ചേഞ്ച് ചെയ്തത് മനസ്സിലാക്കുക. സോ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഇൻ ടേംസ് ഓഫ് n ആണ്. അപ്പോൾ 6n minus 9n plus 10n എന്ന് പറയുന്നത് വാല്യൂ എത്ര വരിക? 7n വരും. ക്ലിയർ ആയോ? 6 minus 9 plus 10 എന്ന് പറയുന്നത് 7 ആണ്. സോ 7n ഡിവൈഡഡ് ബൈ 12. അപ്പോൾ ഇവിടെ 16n minus 9n എന്ന് എഴുതിയെന്നുള്ളൂ, അത് 7n തന്നെയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പിൽ എഴുതാം 7n എന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം 7n divided by 12 is equal to 21. ഇനി LHSലെ ഡിവൈഡഡ് ബൈ 12 RHSൽ കൊണ്ടുപോകുമ്പോൾ 21 into 12 വരും. ക്ലിയർ ആയോ? 21 into 12 that is 252. ഓക്കെ, അപ്പോൾ 7n is equal to 252. ഇതിൽ നിന്ന് n-ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 7നെ RHSൽ കൊണ്ടുപോകുക. അപ്പോൾ ഡിവൈഡഡ് ബൈ വരും 252 divided by 7. അപ്പോൾ നമുക്ക് 36 ആണ് ആൻസർ കിട്ടുക. കാരണം 36 into 7 ആണ് 252. So n equal to 36 is the solution. Next question. X plus 7 minus 8x by 3 is equal to 17 by 6 minus 5x by 2. Okay. അപ്പോൾ LHSലും RHSലും x-ന്റെ ടേംസ് എക്സ്പ്രഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ലൈക്ക് ടേംസ് ഗ്രൂപ്പ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. ലൈക്ക് ടേംസ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ ടേംസ് ഗ്രൂപ്പ് ചെയ്യാം, നമ്പേഴ്സിന്റെ ടേംസ് വേറെ സൈഡിൽ ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓൾറെഡി എക്സ് ഉണ്ട്, മൈനസ് 8x by 3 ഉണ്ട്. RHSലെ മൈനസ് 5x by 2നെ LHSൽ കൊണ്ടുപോകാം. അപ്പോൾ പ്ലസ് 5x by 2 ആവും. ക്ലിയർ ആയല്ലോ? അതുകൊണ്ടാണ് എക്സ് മൈനസ് 8x by 3 പ്ലസ് 5x by 2 വന്നത്. ഇനി ഇവിടുത്തെ പ്ലസ് 7 എന്നുള്ളത് നമ്മൾ RHSൽ കൊണ്ടുപോകുമ്പോൾ എന്താവും? മൈനസ് 7 ആവും. അതാണ് 17 by 6 ഓൾറെഡി RHSൽ ഉണ്ട്, മൈനസ് 7. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇതേപോലെ LCM എടുക്കണം. ഓക്കെ, സോ LCM എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് 3ഉം 2ഉം, ഇവിടെ ഇപ്പോൾ വേറെ ഒന്നും നോക്കാനില്ല, 3 into 2 6, അതാണ് LCM വരിക. സോ 6 ആവാൻ ഇവിടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ ആയല്ലോ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ. സോ 6x മൈനസ് 16x പ്ലസ് 3 into 5 15. 15x ഡിവൈഡഡ് ബൈ 6 is equal to, ഇവിടെ അഗെയിൻ LCM എടുക്കാൻ ഇത് വേറെ ഓപ്ഷൻ ഒന്നുമില്ല, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 17 മൈനസ് 7 into 6, 7 into 6 എന്ന് പറയുന്നത് 42 ആണ്, ഡിവൈഡഡ് ബൈ 6. ഇനി ശ്രദ്ധിക്കേണ്ടത് LHSലും RHSലും കോമൺ ഫാക്ടർ ഡിനോമിനേറ്ററിലുണ്ട് അല്ലേ? അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാം അപ്പോൾ തന്നെ. ഓക്കെ, അപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യാം. ഇനി നമുക്കിനി സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്താ?
അതായത് 6x മൈനസ് 16x പ്ലസ് 15x എന്ന് പറയുന്നത് 15x മൈനസ് 16x എക്സ് ആണ്. 6x പ്ലസ് എക്സ് എന്ന് പറയുന്നത് ഇതേപോലെ 15x മൈനസ് 16x ആണ് കേട്ടോ. സോ മൈനസ് എക്സ് ആണ്. 6x മൈനസ് എക്സ് വരും, അതായത് 5x അല്ലെ. അപ്പോൾ 5x ഡിവൈഡ് ബൈ 6 ഇസ് ഈക്വൽ ടു 17 മൈനസ് 42 എന്ന് പറയുന്നത് മൈനസ് 25 ആണ്. അപ്പോൾ ഡിവൈഡ് ബൈ 6, ആ 6ഉം 6ഉം ക്യാൻസൽ ചെയ്തു. ഹെൻസ് നമുക്ക് ഇവിടെ അഗെയിൻ ഇവര് മീൻസ് ഈ സ്റ്റെപ്പിൽ വീണ്ടും 6 ത്രൂ ഔട്ട് എഴുതി ലാസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ആദ്യമേ തന്നെ ക്യാൻസൽ ചെയ്യാം. ക്ലിയർ ആയോ? ആദ്യമേ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ തവണ എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. എപ്പോഴും നമ്മൾ കോമൺ ഫാക്ടേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലസ് ഓർ മൈനസ് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ കോമൺ ഫാക്ടർ കണ്ടിട്ട് ഓർമ്മയില്ലാതെ ക്യാൻസൽ ചെയ്ത് പോരുത്. നമ്മളിപ്പോൾ ഡിവിഷനിലോ മൾട്ടിപ്ലിക്കേഷനിലോ ഇതേപോലെ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിൽ കോമൺ ഫാക്ടേഴ്സ് കണ്ടു കഴിഞ്ഞാൽ അതിനെ സിംപ്ലിഫൈ ചെയ്യാം. പ്ലസ് ഓർ മൈനസിന്റെ ടേംസ് അല്ല, അത് മാത്രം കെയർഫുൾ ആയിരിക്കുക. കാരണം മോസ്റ്റ്ലി കുറേ സ്റ്റുഡൻസിന് വരുന്ന മിസ്റ്റേക്സ് ആണ്. ഇതേപോലെ കോമൺ ഫാക്ടേഴ്സ് ക്യാൻസൽ ചെയ്യും, പക്ഷെ നോക്കുമ്പോൾ അത് അവിടെ ഓപ്പറേഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ആയിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ കോമൺ ഫാക്ടേഴ്സ് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ അത് നന്നായി കെയർഫുൾ ആയി ശ്രദ്ധിക്കും. സോ ഇവിടെ 6ഉം 6ഉം ക്യാൻസൽ ചെയ്തു. മൈനസ് 25ഉം 5ഉം ക്യാൻസൽ ചെയ്താൽ ഇവിടെ മൈനസ് 5 വരും. മൈനസ് ഉണ്ട് ഇവിടെ. അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് 5 ആണ് സൊല്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് മൈനസ് 5/3 ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 3/5. ഇതിനെ സോൾവ് ചെയ്യണം. സോ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ആദ്യം തന്നെ. അപ്പോൾ 5 ഇൻറ്റു എക്സ് മൈനസ് 5 ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് മൈനസ് 3. എന്നിട്ട് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ 5 ഇൻറ്റു എക്സ് മൈനസ് 5 ഇൻറ്റു 5 അല്ലെ ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് മൈനസ് 3 ഇൻറ്റു 3. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 5 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5x, 5 ഇൻറ്റു 5 പിന്നെ മൈനസ് ഉണ്ട്, സോ മൈനസ് 25 ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 3x, 3 ഇൻറ്റു മൈനസ് 3 എന്ന് പറയുന്നത് മൈനസ് 9. ഇത്രയും ക്ലിയർ ആയല്ലോ? ജസ്റ്റ് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക, ഓരോ ടേംസും ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അത്രേ ചെയ്തിട്ടുള്ളൂ. ഇനി 5x മൈനസ് 3x എത്രയാ? 5 മൈനസ് 3 is 2. 2x എഴുതാം ഇസ് ഈക്വൽ ടു, ഇനി ഇവിടെ ഈ 3x എന്ന് പറയുന്നത് നമ്മൾ RHSനെ LHSലേക്ക് എഴുതി, അതുകൊണ്ടാണ് മൈനസ് 3x വന്നത്. ഇനി LHSലെ മൈനസ് 25 RHSൽ കൊണ്ടുപോയി, സോ പ്ലസ് 25 വന്നു. ഓൾറെഡി ഇവിടെ ഒരു മൈനസും ഉണ്ട്, മൈനസ് 9 ഉണ്ട്. ക്ലിയർ ആയല്ലോ? ജസ്റ്റ് റീഅറേഞ്ച്മെന്റ് ആണ്. സോ ഈ മൈനസ് 25നെ RHSൽ കൊണ്ടുപോയി, 3xനെ LHSൽ കൊണ്ടുപോയി, അത്രയേ ഉള്ളൂ. അപ്പോൾ 5x മൈനസ് 3x ഈക്വൽ ടു മൈനസ് 9 പ്ലസ് 25, അതായത് 2x ഈക്വൽ ടു മൈനസ് 9 പ്ലസ് 25 എത്രയാണ്? 16 ആണ്. ഇനി ഇവിടെ കോമൺ ഫാക്ടർ ഉണ്ട്. അപ്പോൾ എക്സിൽ 2 RHSൽ പോയാൽ ഡിവൈഡഡ് ബൈ 2 വരും. അപ്പോൾ 16/2 വിച്ച് ഇസ് 8. 8 into 2 ആണ് 16. Hence x equal to 8 is the solution. Next question, solve 3t minus 2/4 minus 2t plus 3/3 is equal to 2/3 minus t. അപ്പോൾ again ഇവിടെ unknown variable t ആണ്. LHS and RHS ഉണ്ട്, both expressions in terms of t ആണ്. ക്ലിയർ ആയോ? നമ്പേഴ്സ് മാത്രമല്ല തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിനെ ബ്രാക്കറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതായത് ഈ 3t minus 2 then 2t plus 3 അതിനെ നമ്മൾ ബ്രാക്കറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. എപ്പോഴും ഈ പ്രത്യേകിച്ച് നെഗറ്റീവ് സയൻസ് ഉള്ളപ്പോൾ നമ്മൾ ടേംസിനെ ബ്രാക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എപ്പോഴും സേഫ് ആണ്. കാരണം അല്ലെങ്കിൽ ഇതേപോലെ നെഗറ്റീവ് സൈൻ നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് മിസ്റ്റേക്സ് വരാൻ സാധ്യതയുണ്ട്. മൈനസ് എന്നുള്ളത് പ്ലസ് ആവാൻ, പ്ലസ് മൈനസ് ആവാൻ. സോ അത് കെയർഫുൾ ആയിരിക്കണം. ബ്രാക്കറ്റ്സ് എപ്പോഴും എഴുതി കഴിഞ്ഞാൽ അത് സേഫ് ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതേപോലെ സിംപ്ലിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ തന്നെ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അത് അണ്ടർസ്റ്റുഡ് ആണ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സൈൻ ചേഞ്ചസ് വരാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി കെയർഫുൾ ആയിരിക്കും. സോ ഇവിടെ 3t minus 2/4 minus 2t plus 3/3 is equal to 2/3 minus t. അപ്പോൾ നമുക്ക് ഇവിടെ അഗെയിൻ LCM എടുക്കണം. അപ്പോൾ 4ഉം 3ഉം കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. സോ 4 into 3 തന്നെ 12. സോ ഫസ്റ്റ് ടേമിനെ 12 ആക്കാൻ ഇൻറ്റു 3 മുകളിൽ താഴെ ചെയ്യണം. അഗെയിൻ സെക്കൻഡ് ടേമിനെ 12 ആക്കാൻ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ ആയല്ലോ? സോ ഇവിടെ 3, നെക്സ്റ്റ് ടേം 4. ഓക്കെ, ഇനി ഡിവൈഡഡ് ബൈ 4 into 3 12 വരും. ക്ലിയർ ആയല്ലോ? അതാണ് ഇവിടെ 12 എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 3 into 3t minus 2 minus 4 into 2t plus 3 ഡിവൈഡ് ബൈ 12 is equal to
RHS എന്ത് ചെയ്യണം? LCM എടുക്കുക. 2 - 3t/3. ഇനി സിംപ്ലിഫൈ ചെയ്യുക. അതായത് ബ്രാക്കറ്റ്സിന്റെ ഉള്ളിലേക്ക് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 3 ന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 3t എത്രയാ? 9t. 3 × -2 എത്രയാ? -6. സോ 9t - 6. ആ രണ്ട് ടേംസ് കിട്ടി. നെക്സ്റ്റ് -4 × 2t. എപ്പോഴും സൈൻസ് ഉണ്ടെങ്കിൽ ആ സൈനോട് കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് എഴുതാമെന്ന് വിചാരിച്ചിട്ട് സ്കിപ്പ് ചെയ്ത് പോരുത്. -4 × 2t, ദാറ്റ് ഈസ് -8t. ഇനി -4 × 3, ദാറ്റ് ഈസ് -12. ക്ലിയർ ആയല്ലോ? ഡിവൈഡഡ് ബൈ 12 is equal to 2 - 3t/3 അങ്ങനെ എഴുതാം. അഗെയിൻ ഇവിടെ 9t - 8t, then -6 - 12 ആണ്. ലൈക്ക് ടേംസ് ഗ്രൂപ്പ് ചെയ്തു. 90 - 80 എന്താ? t ആണ്. ഇനി -6 - 12 എത്രയാ? 18, അതായത് -18. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് എന്ന് എഴുതിയത്. അപ്പോൾ t - 18 ഇനി ഡിവൈഡ് ബൈ 12 അങ്ങനെ തന്നെ എഴുതി is equal to 2 - 3t/3. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ഇവിടെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കോമൺ ഫാക്ടർ ക്യാൻസൽ ചെയ്യാം, 4. ഓക്കെ, അപ്പൊ അങ്ങനെ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയിട്ട് കിട്ടും. ദാറ്റ് ഇസ് t - 18 ഡിവൈഡഡ് ബൈ 4 is equal to 2 - 3t. സോ ഈ 4നെ നമ്മൾ ഇനി RHS കൊണ്ടുപോകാം. അപ്പൊ t - 18 is equal to 4 × 2 - 3t. ഇനി 4നെ അഗെയിൻ ഇൻസൈഡ് ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 2 8 ആണ്, -4 × 3t എത്രയാ? 12t. സോ t - 18. ഇനി നമ്മൾ ലൈക്ക് ടേംസ് ഗ്രൂപ്പ് ചെയ്യാം. ഈ -12tനെ പ്ലസ് ആക്കാൻ LHS കൊണ്ടുപോകാം. ക്ലിയർ ആയി? സോ ഇനി സ്റ്റെപ്പ് എവിടെയാണ് എഴുതുന്നത്? ഓൾറെഡി LHS ഒരു t ഉണ്ട്. ഓക്കെ, സോ t + 12t is equal to, ഇനി ബാക്കി നമ്പർ ടേംസ് എന്താ? RHS ഓൾറെഡി ഒരു 8 ഉണ്ട്, -18നെ RHS കൊണ്ടുപോകാം. സോ +18. അപ്പോൾ 8 + 18. ഓക്കെ, ക്ലിയർ ആയല്ലോ? 18 + 8 എന്ന് പറയുന്നത് എന്താണ്? 26. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ LHS എന്താ കിട്ടുക? t + 12t എന്ന് പറയുന്നത് 13t ആണ്. ക്ലിയർ ആയല്ലോ? ഇനി t കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 13നെ RHS കൊണ്ടുപോകാം. അതായത് 26 ഡിവൈഡഡ് ബൈ 13. സോ t is equal to 26/13. നമുക്കറിയാം 13 × 2 ആണ് 26. സോ ഇതിന്റെ വാല്യൂ എന്താ? 2. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് എന്താ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ കോമൺ ഫാക്ടേഴ്സ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ടേംസ് അത് ഏറ്റവും കുറവായിരിക്കും അല്ലേ? സ്മോളർ ടേംസ് ആണ് വരിക. അപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ടേംസും ചെറുതായിരിക്കും, ഈസിയർ ആയിരിക്കും വാല്യൂസ് കണ്ടുപിടിക്കാൻ. അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമേ തന്നെ സിംപ്ലിഫൈ ചെയ്ത് നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുള്ളൂ. അല്ലെങ്കിൽ എല്ലാ ടേംസും ഇങ്ങനെ ഫൈനൽ സ്റ്റെപ്പ് വരെ കൊണ്ടുപോയാൽ അത്രയും ഹയർ ടേംസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി ഈസിയർ. നിങ്ങൾക്ക് ഏതാണ് കൺവീനിയൻറ്റ് ചെയ്താൽ മതി. കറക്റ്റായിട്ട് മൾട്ടിപ്ലിക്കേഷൻ സൈൻസ് എല്ലാം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യും. സോ നമുക്ക് t is equal to 2. ഇപ്പൊ ഇങ്ങനെ ചെയ്താലും ആൻസർ മിസ്റ്റേക്ക് വരില്ല. പക്ഷെ ഇങ്ങനെ ഹയർ ടേംസ് ഒഴിവാക്കാൻ നമ്മളിപ്പോൾ സിംപ്ലിഫൈഡ് ചെയ്തപ്പോൾ സ്മോളർ ടേംസ് ആണ് കിട്ടിയത്. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. സോ t is equal to 2 is the solution. Next question. Solve m minus m minus 1/2 is equal to 1 minus of m minus 2/3. ഓക്കെ, ഇപ്പൊ ഇവിടെ m ആണ് അൺനോൺ വേരിയബിൾ. ഇപ്പൊ സൊല്യൂഷൻ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? m minus m minus 1/2. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ബ്രാക്കറ്റ്സ് കൊടുക്കുക അല്ലെ, ന്യൂമറേറ്റേഴ്സ്, കാരണം വെറും m-ന്റെ ടേം അല്ല, m-ന്റെ കൂടെ വേറെ ടേംസ് ഉണ്ട്. സോ m minus 1 ബ്രാക്കറ്റ് കൊടുക്കുക, ഈക്വൽ ടു 1 മൈനസ് അഗെയിൻ m minus 2ന് ബ്രാക്കറ്റ് കൊടുക്കുക. എസ്പെഷ്യലി ഇവിടെ മൈനസ് ടേംസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് കഴിഞ്ഞ് വരുന്ന ടേംസിന് എസ്പെഷ്യലി ബ്രാക്കറ്റ്സ് നിങ്ങൾ എപ്പോഴും കൊടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ മിസ്റ്റേക്സ് വരാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ LCM എടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഈ 2നെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ 3നെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ 2നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് 2m കിട്ടും മൈനസ് m മൈനസ് 1. ഓക്കെ, അതായത് ഇവിടെ ഇനി മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2m മൈനസ് m മൈനസ് 1 ഇൻറ്റു മൈനസ് ഓഫ് മൈനസ് 1 എന്താ? പ്ലസ് ആണ്. സോ പ്ലസ് 1, അതായത് 2m മൈനസ് m പ്ലസ് 1 എന്താ? m പ്ലസ് 1. അങ്ങനെയാണ് ഇവിടെ m പ്ലസ് 1
ന്യൂമറേറ്ററിൽ കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഡിവൈഡഡ് ബൈ 2 ആണെന്ന് നമുക്കറിയാം. സോ അത് അങ്ങനെ തന്നെ എഴുതി. m plus 1 by 2 കിട്ടി. ഇനി RHSൽ again ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 into 3 3 മൈനസ് ഓഫ് m minus 2 വരും ഡിവൈഡഡ് ബൈ 3. സോ ഈ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 മൈനസ് m മൈനസ് ഓഫ് മൈനസ് 2, അതായത് മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് 1 into മൈനസ് 2 പ്ലസ് 2. സോ 3 പ്ലസ് 2 എത്രയാ? 5 മൈനസ് m ഡിവൈഡഡ് ബൈ 3. ഇവിടെ ബൈ 3 ഉണ്ട്. ഓക്കെ, സോ നമുക്ക് 5 മൈനസ് m by 3 കിട്ടി. ഇനി ഇതേപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? LHSലെ RHSലെ ടേംസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2 RHSലേക്ക് കൊണ്ടുപോവുക, 3 LHSൽ കൊണ്ടുപോവുക. അപ്പോൾ 3 into m plus 1 is equal to 2 into 5 minus m. എന്നിട്ട് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക. 3m plus 3 is equal to 10 minus 2m. 3m plus 2m എന്താ? അതായത് ഈ മൈനസ് 2mനെ LHSൽ കൊണ്ടുപോയി, ദെൻ പ്ലസ് 3നെ RHSൽ കൊണ്ടുപോയി. ക്ലിയർ ആയോ? അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി. സോ 3m plus 2m equal to 10 minus 3 വരും. ഇനി 3m plus 2m 5m ആണ്, 10 minus 3 7 ആണ്. അപ്പോൾ m കണ്ടുപിടിക്കാൻ 5നെ RHSൽ കൊണ്ടുപോകുക. ദാറ്റ് ഇസ് ഓൾറെഡി 7 ഉണ്ട്, അത് ഡിവൈഡഡ് ബൈ 5. അപ്പോൾ m equal to 7 by 5 ആണ് സൊല്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിംപ്ലിഫൈ ആൻഡ് സോൾവ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. 3 into t minus 3 is equal to 5 into 2t plus 1. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതേപോലെ സെയിം തന്നെയാണ് നമ്മൾ ഇത്രയും നേരം ചെയ്തത് തന്നെ. ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈഡ് ഫോം ആക്കിയിട്ട് എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്യണം, അത്രയേ ഉള്ളൂ. സോ 3 into t minus 3 equal to 5 into 2t plus 1. അപ്പോൾ 3t minus 3 into 3 9 ആണ് അല്ലേ? 3 into t that is 3t മൈനസ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, 3 into 3 എന്ന് പറയുന്നത് 9. അപ്പോൾ 3t minus 9 കിട്ടി. നെക്സ്റ്റ് 5 into 2t 10t ആണ്. 5 into 1 5. അപ്പോൾ 10t plus 5. നെക്സ്റ്റ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക, അതായത് ലൈക്ക് ടേംസ് ഗ്രൂപ്പ് ചെയ്യാം. ഒന്നെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അത് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. നമുക്കിപ്പോൾ വേണമെങ്കിൽ ടിയുടെ ടേം ഉണ്ടല്ലോ, ഹയർ ടേം ഉള്ളത് ഒരു സൈഡിൽ തന്നെ വെച്ചിട്ട് ബാക്കി ടേംസ് ആ സൈഡിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ 3t minus 9 equal to 10t plus 5. ഓൾറെഡി ഇവിടെ RHSൽ 10t പ്ലസ് ആണ്, അതാണ് ഹയർ ടേം. അപ്പോൾ വേണമെങ്കിൽ 3tനെ RHSൽ കൊണ്ടുപോകാം. ക്ലിയർ ആയി? എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, തിരിച്ച് ചെയ്താലും ഒരു പ്രശ്നമില്ല. ഇനി 5നെ വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ 10t മൈനസ് 3t ഇതാണ് RHSൽ വരിക. LHSൽ ഈ പ്ലസ് 5 LHSൽ വരുമ്പോൾ എന്താവും? മൈനസ് 9 ഓൾറെഡി അവിടെ ഉണ്ട്, മൈനസ് 5. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നമുക്ക് എപ്പോഴും LHSൽ വേരിയബിൾ വേണമെന്നാണെങ്കിൽ LHSൽ കൊണ്ടുവരും, എങ്ങനെയായാലും കുഴപ്പമില്ല. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ 7t, ഇനിയിപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്താലും പ്രശ്നമില്ല. ഇക്വാളിറ്റി സൈൻ രണ്ട് സൈഡിനെയും എപ്പോഴും ബാലൻസ് ചെയ്യും ഒരു ഇക്വേഷനിൽ. സോ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും ഒരു പ്രശ്നമില്ല. ഇപ്പോൾ 10t minus 3t എന്ന് പറയുന്നത് 7t ആണ്, ഇസ് ഈക്വൽ ടു മൈനസ് 9 മൈനസ് 5 ദാറ്റ് ഇസ് മൈനസ് 14. ഇനി ഇവിടെ കോമൺ ഫാക്ടർ ഉണ്ട് 2. സോ ടിയുടെ വാല്യൂ എന്ത് കിട്ടും? മൈനസ് 2. ക്ലിയർ ആയല്ലോ? സോ t is equal to മൈനസ് 2 ആണ് സൊല്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിംപ്ലിഫൈ ആൻഡ് സോൾവ് തന്നെ. 15 into y minus 4 minus 2 into y minus 9 plus 5 into y plus 6 is equal to 0. അപ്പോൾ നമുക്ക് ആദ്യം സിംപ്ലിഫൈ ചെയ്യാം. ഈ ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്ത് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്ത് ഏറ്റവും മൾട്ടിപ്ലൈ ഫോം ലാസ്റ്റ് ടേംസ് നമ്മൾ ഗ്രൂപ്പ് ഒക്കെ ചെയ്തിട്ട് കിട്ടുന്ന ഒരു ഇക്വേഷൻ ഇല്ലേ, LHS equal to RHS, അതാണ് നമ്മൾ സിംപ്ലിഫിക്കേഷൻ ഇവിടെ പറയുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ലൈക്ക് ടേംസ് ഗ്രൂപ്പ് ചെയ്തിട്ട് ഫൈനലി സൊല്യൂഷൻ കണ്ടുപിടിക്കും, അതാണ് സോൾവിങ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ബ്രാക്കറ്റ്സ് ടേമിലായിരിക്കും മോസ്റ്റ്ലി തന്നിട്ടുണ്ടാവുക, അതാണ് ഈ സിംപ്ലിഫൈ ആൻഡ് സോൾവ് എന്ന് എടുത്ത് പറയുന്നത്, വേറെ ഒന്നുമില്ല. സോ 15 into y minus 4 minus 2 into y minus 9 plus 5 into y plus 6 equal to 0. ഇനി നമ്മൾ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. 15 into y minus 15 into 4 then minus 2 into y minus 2 into minus 9 plus 5 into y plus 5 into 6 equal to 0. ഓരോ ടേംസ് നോക്കാം. 15 into y 15y, 15 into minus 4 minus 16. ഇപ്പോൾ രണ്ട് ടേംസ് കിട്ടിയല്ലോ. നെക്സ്റ്റ് മൈനസ് 2 into y minus 2y, മൈനസ് 2 into minus 9 എത്രയാ? പ്ലസ് 18. അതാണ് ശ്രദ്ധിക്കേണ്ടത്.
പ്ലസ് 5 ഇൻറ്റു വൈ എന്ന് പറയുന്നത് 5y, 5 ഇൻറ്റു 6 എന്ന് പറയുന്നത് പ്ലസ് 30 is equal to 0. അപ്പോൾ നമ്മുടെ ആ സിംപ്ലിഫിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ലൈക്ക് ടേംസ് ഗ്രൂപ്പ് ചെയ്യാം. സോ നമുക്ക് വൈയുടെ ടേംസ് LHS തന്നെ എഴുതാം, ബാക്കി നമ്പേഴ്സ് എല്ലാം RHS കൊണ്ടുപോകും. നമുക്ക് വൈയുടെ ടേംസ് വരുന്നത് 15y ഉണ്ട്, -2y ഉണ്ട്, പ്ലസ് 5y ഉണ്ട്. ബാക്കി ടേംസ് ഈ -60 പ്ലസ് 18 പ്ലസ് 30 RHS കൊണ്ടുപോകാം. അപ്പോൾ RHS പോകുമ്പോൾ പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും. So 15y minus 2y plus 5y is equal to 60. Minus 60 plus 60i plus 18 minus 18 now plus 30 minus 30. Clear ആയല്ലോ? ഇനി 15 minus 2 എന്ന് പറയുന്നത് 13 ആണ്. 13 plus 5 18 ആണ്. അപ്പോൾ 18y is equal to 60 minus 18 minus 30 എന്ന് പറയുന്നത് 12 ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ 18y equal to 12 കിട്ടി. അപ്പോൾ y is equal to എന്തായി? 18 RHS മുമ്പ് ഡിവൈഡഡ് ബൈ വരും. സോ y is equal to 12 by 18. ഇനി നമുക്കറിയാം 6 കോമൺ ഫാക്ടർ ആണ്. 6 into 2 by 6 into 3. സോ നമുക്ക് ആൻസർ 2 by 3 ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് y is equal to 2 by 3. Next question. Simplify and solve. 3 into 5z minus 7 minus 2 into 9z minus 11 is equal to 4 into 8z minus 13 minus 17. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ അതിനെ ആദ്യം സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബ്രാക്കറ്റ്സ് എല്ലാം റിമൂവ് ചെയ്യുക. നമ്മൾ ടേംസ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. സോ 3 into 5z എത്രയാ? 15z. 3 into minus 7 minus 21. ഇനി minus 2 into 9z എത്രയാ? minus 18z. minus 2 into minus 11 എത്രയാ? plus 22. ക്ലിയർ ആയല്ലോ? ആ മൈനസ് അടക്കം നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ലാസ്റ്റ് എഴുതാമെന്ന് വിചാരിച്ചിട്ട് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും മിസ്റ്റേക്ക് വരും. ഇസ് ഈക്വൽ ടു ഇപ്പോൾ LHS കഴിഞ്ഞു. ഇനി RHSൽ 4 into 8z 32z പ്ലസ് 4 into minus 13 അപ്പോൾ minus 52. 13 into 4 52 ആണ്. പ്ലസ് ഇൻറ്റു മൈനസ് വന്നപ്പോൾ മൈനസ് -52 പിന്നെ -17 ഓൾറെഡി അവിടെ തന്നെ നമ്മൾ അങ്ങനെ തന്നെ എഴുതി. ഇനി നമ്മൾ ലൈക്ക് ടേംസ് ഗ്രൂപ്പ് ചെയ്ത് ബാക്കി എല്ലാം അങ്ങനെ റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ LHSൽ z-ന്റെ ടേംസ് കൊണ്ടുവരാം. 15z minus 18z 32z-നെ LHSൽ കൊണ്ടുവരാം. അപ്പോൾ -32z. 15z minus 18z minus 32z is equal to ബാക്കി നമ്പേഴ്സ് ഉണ്ടല്ലോ അത് RHSൽ കൊണ്ടുപോകാം. അപ്പോൾ ഓൾറെഡി നമുക്ക് RHSൽ രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ദാറ്റ് ഇസ് -52 -70. ഇത് ഓൾറെഡി ഉണ്ട്. ഇനി നമുക്ക് ടേംസ് കൊണ്ടുപോകേണ്ടത് +22 -21. അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഓപ്പോസിറ്റ് സൈൻ +21 -22. ക്ലിയർ ആയല്ലോ? ഇനി ഇത് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യുക. അതായത് 15 -18 -32 എന്ന് പറയുന്നത് -35 ആണ്. ഈ ടേംസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക. ക്ലിയർ ആയി? 15 -18 -32 എന്നത് -35. അപ്പോൾ -35z. ഓക്കെ, z എഴുതാൻ മറക്കരുത്. ഇസ് ഈക്വൽ ടു ഈ ടേംസ് ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതായത് -52 -17 +21 -22 ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ -70 ആണ് കിട്ടും. ക്ലിയർ ആയി? ഇവിടെ രണ്ട് സൈഡിലും നമ്മൾ പ്രോഡക്റ്റ് ടേംസ് ആണ് വന്നിരിക്കുന്നത് അല്ലേ, നെഗറ്റീവ് വാല്യൂസും. അപ്പോൾ നമുക്ക് ഇവിടെ ഈ നെഗറ്റീവിനെ ഇങ്ങനെ ക്യാൻസൽ ചെയ്യും. ക്ലിയർ ആയി? ഞാൻ പറഞ്ഞു പ്രോഡക്റ്റ് ടേംസ്. ഇപ്പോൾ സപ്പോസ് ഇവിടെ -35 പ്ലസ് z ഈക്വൽ ടു -70 ആണെങ്കിൽ ഈ മൈനസും ഈ -35 ആ മൈനസ് ക്യാൻസൽ ചെയ്യരുത്. ഒരുപാട് പേര് ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അപ്പോൾ ഇത് കെയർഫുൾ ആയിരിക്കാം. ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ മാറിക്കഴിഞ്ഞാൽ ഈ സൈൻ നിങ്ങൾക്ക് വെറുതെ കോമൺ ടേംസോ അല്ലെങ്കിൽ സൈൻസോ ഇതേപോലെ ക്യാൻസൽ ചെയ്യാൻ പാടില്ല. പ്രോഡക്റ്റ് ഫോമിലോ അല്ലെങ്കിൽ ഡിവിഷൻ ഫോമിലോ വന്നു കഴിഞ്ഞാലാണ് സൈൻ കോമൺ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് കോമൺ ആയിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇവിടെ -35 into z is equal to -70 വന്നതുകൊണ്ടാണ് മൈനസ് ക്യാൻസൽ ചെയ്തു. ഇനി 35 എന്നുള്ളത് 35 into 2 ആണ്. ഓക്കെ, 35 into 2 ആണ്. അപ്പോൾ ഈ 35ഉം ഈ 35ഉം ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് z-ന്റെ വാല്യൂ ഫൈനലി കിട്ടിയത് 2 ആണ്. ക്ലിയർ ആയല്ലോ? കോമൺ ഫാക്ടേഴ്സ് ക്യാൻസൽ ചെയ്ത് z equal to 2 ആണ് സൊല്യൂഷൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 0.25 into
4f minus 3 is equal to 0.05 into 10f minus 9. ഓക്കെ, ഇപ്പൊ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ആദ്യം തന്നെ ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്യാം. സോ 0.25 into 4f, ഇവിടെ ഇപ്പോൾ f ആണ് അൺനോൺ ആയിട്ട് തന്നിരിക്കുന്നത്. 0.25 into 4 നമുക്കറിയാം 25 into 4 എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ, പക്ഷേ നമുക്ക് 0.25 into 4 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ആൻസറിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 0 പോയിന്റ് കഴിഞ്ഞാൽ 2 ഡെസിമൽ പ്ലേസസ് അല്ലേ, അപ്പോൾ ഇവിടുന്ന് 2 ഡെസിമൽ പ്ലേസ് ഷിഫ്റ്റ് ചെയ്യാം ലെഫ്റ്റിലേക്ക്. സോ 1.00, ഈ 1.00 പറഞ്ഞാൽ എന്താ? 1 തന്നെയല്ലേ. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് ഇവിടെ 1 എന്നുള്ള വാല്യൂ കിട്ടുക. ക്ലിയർ ആയോ? 1 into f. ഓക്കെ, അതാണ് വെറുതെ f എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് കൺഫ്യൂസ്ഡ് ആവണ്ട. 0.25 into 4 ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുക. എങ്ങനെ 1 കിട്ടിയെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ 1 into f, ദാറ്റ് ഇസ് f. ഇനി മൈനസ് നെക്സ്റ്റ് ടേം 0.25 into minus 3, അത് മൈനസ് 0.75 ആണ്. ഇതേപോലെ നമ്മൾ 25 into 3 ചെയ്താൽ മതി, 75 ആണ് വരിക. ഓക്കെ, 5 into 3 15, 2 into 3 6 plus 1 7, അപ്പോൾ 75. ഇനി 0.25 ആയതുകൊണ്ട് 75 2 ഡെസിമൽ പ്ലേസിൽ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ 0.75. ഓക്കെ, അതുകൊണ്ടാണ് 0.75 ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി മൈനസ് ഉള്ളത് കൊണ്ട് മൈനസ് എഴുതി. അപ്പോൾ f മൈനസ് 0.75 is equal to again 0.05 into 10. 0.05 into 10 എന്ന് പറഞ്ഞാൽ ഇതേപോലെ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 10, 100, 1000 അതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഡെസിമൽ പോയിന്റിന് എത്ര സീറോ ഉണ്ട് അത് നമ്മൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ 10ൽ ഒറ്റൊരു സീറോ ആണുള്ളത്. അപ്പോൾ ഈ ഡെസിമൽ പോയിന്റ് റൈറ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് 0.5 കിട്ടും അല്ലേ. 0.05 എന്ന് പറയുന്നത് ഇൻറ്റു 10 ചെയ്യുമ്പോൾ 0.5. സോ നമുക്ക് 0.5 എഫ് കിട്ടി. നെക്സ്റ്റ് ടേം എന്താ? 0.05 ഇൻറ്റു മൈനസ് 9 ആണ്. മൈനസ് വരും എന്ന് മനസ്സിലായി. 0.05 ഇൻറ്റു മൈനസ് 9 ചെയ്യാൻ എന്ത് ചെയ്യണം? .05 ഇൻറ്റു മൈനസ് 9 ആണ് ചെയ്യേണ്ടത്. മൈനസ് അവിടെ ഇരിക്കട്ടെ, നമ്മൾ ഓൾറെഡി മൈനസ് ഇവിടെ എഴുതി. ഓക്കെ, ഇനി 5 ഇൻറ്റു 9 45 ആണ് നമുക്കറിയാം. 5 ഇൻറ്റു 9 45 ആണ്. എത്ര ഡെസിമൽ പ്ലേസസ് ഷിഫ്റ്റ് ചെയ്യണം ലെഫ്റ്റിലേക്ക്? 2. സോ 0.45. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണ് ഈ 0.45 കിട്ടുന്നത്. ഇനി നമ്മൾ റീഅറേഞ്ച് ചെയ്യുക, ലൈക്ക് ടേംസ് ഗ്രൂപ്പ് ചെയ്യുക. So f minus 0.75 is equal to 0.5 f minus 0.45. ഇത്രയും കിട്ടിയല്ലോ. ഇനി ലൈക്ക് ടേംസ് ഗ്രൂപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഫിന്റെ ടേംസ്, അതായത് എപ്പോഴും വേരിയബിൾസിന്റെ ടേംസ് LHS ആണ് സാധാരണ ഗ്രൂപ്പ് ചെയ്തിട്ട് LHS വേരിയബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് RHS വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇവിടെ എഫ്, ഇനി ഈ 0.5 എഫിനെ LHS കൊണ്ടുപോയാൽ മൈനസ് 0.5 എഫ്. ഇനി മൈനസ് 0.75നെ RHS കൊണ്ടുപോയാൽ മൈനസ് 0.45 പ്ലസ് 0.75. മൈനസ് എന്നുള്ളത് RHS പോകുമ്പോൾ പ്ലസ് ആവും. ക്ലിയർ ആയല്ലോ? ഈ 0.45ഉം 0.75ഉം നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. 0.75 മൈനസ് 0.45, അപ്പോൾ നമുക്കത് ചെയ്താൽ തന്നെ അറിയാം 0.30 ആണ് അല്ലേ. അപ്പോൾ 0.30 is equal to f മൈനസ് 0.5 എഫ് എന്ന് പറഞ്ഞാൽ എഫ് പുറത്തേക്ക് എടുക്കാം അല്ലേ. എഫ് മൈനസ് 0.5 എന്ന് പറഞ്ഞാൽ എഫ് കോമൺ ഫാക്ടർ ആണ് ഇവിടെ, ശരിയല്ലേ? അത് പുറത്തെടുത്തു. അപ്പോൾ ഫസ്റ്റ് ടേമിൽ എന്താ ഉണ്ടാവുക? 1 അല്ലേ, കാരണം അവിടെ എഫിന്റെ ഒപ്പമുള്ള ടേം ഒന്നുമില്ല എന്ന് പറഞ്ഞെങ്കിൽ 0 അല്ലല്ലോ, 1 ആണ്. എഫിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എഫ് കിട്ടും. അപ്പോൾ അവിടെ 1 എഴുതാം, മൈനസ് 0.5. ക്ലിയർ ആയല്ലോ? ഈ 1 മൈനസ് 0.5 എന്ന് പറയുന്നത് എന്താ? 0.5 പറഞ്ഞാൽ ഹാഫ് ആണ്. 1 മൈനസ് ഹാഫ്, 1 നിന്ന് ഹാഫ് പോയാൽ ഹാഫ്. ഓക്കെ, സോ 0.5 തന്നെ. അപ്പോൾ 0.5 എഫ്, അതാണ് 0.5 എഫ് ഈക്വൽ ടു 0.30. ഇനി എഫ് കണ്ടുപിടിക്കാൻ 0.5നെ RHS കൊണ്ടുപോകാം. അപ്പോൾ എങ്ങനെ വരും? ഡിനോമിനേറ്ററിൽ വരും. സോ 0.3 ഡിവൈഡ് ബൈ 0.5 വരും. ഈ 0.3 ഡിവൈഡഡ് ബൈ 0.5നെ എന്ത് ചെയ്യണം? രണ്ട് സ്ഥലത്തും ഇതേപോലെ ഡെസിമൽ കളയണമെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ മുകളിലും താഴെയും ഇൻറ്റു 10 കൊണ്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡെസിമൽ അവോയ്ഡ് ചെയ്യാം. സോ 3/5 കിട്ടി. 3/5യുടെ വാല്യൂ എന്താ?
അപ്പോൾ നമുക്ക് 3ൽ പോവില്ല, അപ്പോൾ 0 പോയിന്റ്. നെക്സ്റ്റ് 3 കഴിഞ്ഞാൽ 0, 30 എഴുതാം. 5 into 6 ആണ് 30, സോ 0.6. ക്ലിയർ ആയല്ലോ? സാധാരണ ഡിവിഷൻ ചെയ്ത് കിട്ടുന്ന വാല്യൂ. അപ്പോൾ F = 0.6 കിട്ടി. അതാണ് സൊല്യൂഷൻ. താങ്ക് യു.